Hi, hello. This is Pooja Nair. I am from Calicut, Kozhikode. I'm a senior reporter for the New Indian Express, which is in Calicut. So, കഴിഞ്ഞ ഒരു 9 വർഷമായിട്ട് ഞാൻ കോഴിക്കോട് തന്നെ ജേർണലിസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഡെക്കൻ ക്രോണിക്കൽ ആയിരുന്നു, അതൊരു നാഷണൽ ഡെയിലി ആണ്. ഒരു 6 years കഴിഞ്ഞപ്പം I took a switch to Indian Express. കാരണം നമ്മൾ കരിയറിൽ ഒരു ചേഞ്ച് വേണമല്ലോ. സോ ഐ കാൻ ബി ഇൻ ദ സെയിം ന്യൂസ് പേപ്പർ, സെയിം സ്റ്റൈൽ, സെയിം വർക്ക് ഫോർ എ ലോങ് ടൈം. സോ ഐ തോട്ട് ഐ ടേക്ക് എ സ്വിച്ച് ആൻഡ് അങ്ങനെയാണ് ഞാൻ ഇന്ത്യൻ എക്സ്പ്രസിലേക്ക് വരുന്നത്. സോ റൈറ്റ് നൗ ഐ എം വിത്ത് ഇന്ത്യൻ എക്സ്പ്രസ്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്. ഇപ്പം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. സോ ബേസിക്കലി നമ്മൾ സംസാരിക്കാൻ പോകുന്ന നമ്മളെ എഡ്യൂക്കേഷൻ അതാണല്ലോ. അപ്പം വിൽ ടോക്ക് അബൌട്ട് ദസ്, എന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ. +1 +2 ആവുമ്പം ഒബ്വിയസ്ലി എന്റെ ഫാമിലിയിൽ എല്ലാവരും സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ ഒരു പ്രഷർ എന്തായാലും ഒബ്വിയസ് ആണ് എന്റെ മേലുണ്ടാവുന്നത്. സോ ഇറ്റ് വാസ് വെരി ഡിഫറെന്റ് ഫോർ മൈ പേരൻസ് വെൻ ദേ ഹേർഡ് ദാറ്റ് ഐ വോണ്ട് ടു ഡു എന്റെ +2 ഐ വോണ്ട് ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞപ്പോൾ ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എ ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ ദം. സോ എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ്? ബിക്കോസ് മാർക്ക് വലിയ മോശമൊന്നുമില്ല. സോ വൈ ഐ വോണ്ടഡ് എ സ്വിച്ച് കമ്പയർഡ് ടു ദ അതർ കസിൻസ് ദാറ്റ് ഐ ഹാഡ്, അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർ. So it was easy for me to communicate. കാരണം എനിക്ക് സയൻസ് അല്ല, എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ്. ബിക്കോസ് ആദ്യം തന്നെ കുറച്ച് കരിയർ ഓറിയന്റഡ്, ഒരു എഡ്യൂക്കേഷൻ ഓറിയന്റഡ് ആയതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്കൊരു സോഷ്യലി റെലവെന്റ് അല്ലെങ്കിൽ സോഷ്യലി ഓറിയന്റഡ് ആയിട്ടുള്ള സെക്ടറിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ദാറ്റ് ഇസ് ഹൗ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തു. ആൻഡ് ഓൾസോ ഐ ഹാഡ് സം ഇൻസ്പിറേഷൻ ഓൾസോ. ഞാൻ കോട്ടയത്ത് കേന്ദ്ര വിദ്യാലയയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ഒരു സൂപ്പർ സീനിയർ ആയിട്ടുള്ള ഒരു ചേച്ചി, she got 98 marks for her 10th. അത് 98 marks and she was the topper. ആ സമയത്തുള്ള ടോപ്പർ ആയിരുന്നു. ആൻഡ് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്ത ഒരു സ്റ്റുഡന്റ് ആയിരുന്നു ആ പുള്ളിക്കാരി. സോ സ്കൂൾ ടോപ്പർ, സ്കൂൾ ക്യാപ്റ്റൻ, അങ്ങനെയൊക്കെ. സോ ഫോർ മെനി ഓഫ് ദം നമുക്കൊരു ഇൻസ്പിറേഷൻ അവർ തന്നെയായിരുന്നു. ഒരു മാളവിക എന്ന് പറഞ്ഞ നമ്മുടെ ഒരു സീനിയർ. സോ ഷീ ടുക്ക് ഹ്യൂമാനിറ്റീസ് ആൻഡ് എവ്രി വൺ വാസ് വണ്ടർസ്ട്രക്ക്. അങ്ങനെ മാളവിക എങ്ങനെ ഹ്യൂമാനിറ്റീസ്, കാരണം ഇത്രയും മാർക്ക് ഉണ്ട്, സയൻസിലേക്ക് പോകണ്ടല്ലേ? അപ്പം ഷീ ഹാഡ് എ ക്ലിയർ കട്ട് പിക്ചർ ബിഫോർ ഹർ. ഷീ വാണ്ടഡ് ടു പെർസ്യൂ ഹർ കരിയർ ഇൻ സിവിൽ സർവീസ്. എക്സാം എഴുതണം, അത് ക്ലിയർ ചെയ്യണം, പോകണം എന്നുള്ളത്. സോ ഷീ ടുക്ക് ഹ്യൂമാനിറ്റീസ്. സോ ഐ തിങ്ക് ആ ഒരു സമയത്ത് ഏറ്റവും ആ ക്ലാസ്സിൽ തന്നെ, ഓർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേന്ദ്ര വിദ്യാലയ കോട്ടയം, ഷീ വാസ് ദ ഓൺലി പേഴ്സൺ വിത്ത് 98% മാർക്ക് ഇൻ എ ഹ്യൂമാനിറ്റീസ് സ്ട്രീം. സോ എനിക്ക് അതൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു. ദാറ്റ്സ് വാട്ട് ഐ ടോൾഡ് മൈ പേരൻസ്. അങ്ങനെ ഞാൻ ഹ്യൂമാനിറ്റീസ് എടുക്കുന്നു. സോ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞു. +2 കഴിഞ്ഞിട്ട് പിന്നെ എന്ത് എന്നുള്ള ക്വസ്റ്റ്യൻ ഒബ്വിയസ്ലി വരുമല്ലോ. അപ്പം ലിറ്ററേച്ചറിനോട് ഒരു താല്പര്യമുള്ളതുകൊണ്ട് BA ലിറ്ററേച്ചർ എടുത്തു. സോ 3 years ലിറ്ററേച്ചർ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഐ എം നോട്ട് എ പേഴ്സൺ ഹു നീഡ് ടു സിറ്റ് ഇൻ വൺ പ്ലേസ് ബുക്സ് ആയിട്ട് ഡീൽ ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പേഴ്സൺ അല്ല. ഐ നീഡ് ടു ബി മോർ ആക്റ്റീവ് ഇൻ മൈ ലൈഫ്. കൂടുതൽ വർക്ക് ഓറിയന്റഡ്, അല്ലെങ്കിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരു ടൈപ്പ്. അങ്ങനെ നോക്കി വന്നപ്പോഴാണ്, സിൻസ് ഐ ആം ഓൾസോ ലൈക്ക് സോഷ്യലി, ഞാൻ പറഞ്ഞില്ലേ സോഷ്യലി കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ലൈക്ക് ഐ വിൽ ഡു MCJ, വിച്ച് ഇസ് എ മാസ്റ്റേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം. സോ അതുകൊണ്ട് 2 ഗുണമുണ്ട്. എനിക്ക് ജേർണലിസത്തിലേക്ക് പോകണമെങ്കിൽ ജേർണലിസം ചെയ്യാം, അല്ലെങ്കിൽ ഇഫ് ഐ വോണ്ട് സം അതർ സ്വിച്ച് ലൈക്ക് ഒരു മീഡിയയിലേക്കോ അല്ലെങ്കിൽ ടെലിവിഷൻ whatever, ഏതെങ്കിലും ഒരു മീഡിയയിൽ വർക്ക് ചെയ്യണോ, എന്റർടൈൻമെന്റ് സെക്ടർ, എന്തായാലും എനിക്കൊരു സ്വിച്ച് ചെയ്യാം. That's how I took masters in my journalism. അതൊരു ഭയങ്കര ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ഇതുവരെ കാണാത്തൊരു ലോകം. ഇതെല്ലാം കാരണം സംഭവിച്ചത് ഡെഫിനറ്റ്ലി എൻ്റെ ഒരു +1 +2 ജേർണിയാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ബിക്കോസ് ഹ്യൂമാനിറ്റീസിൽ നമ്മൾ പഠിക്കുന്നതും കാര്യങ്ങളും ഇതെല്ലാം ഹാവ് ഹെൽപ് മീ എ ലോട്ട് ഇൻ മൈ ലൈക്ക് ഫർദർ സ്റ്റഡീസ്. ഇപ്പം മാസ്റ്റേഴ്സ് ഇൻ ജേർണലിസം എടുത്തു. അവിടെ നമ്മൾ കാണുന്നത് മോർ ദാൻ ദ ബുക്സ്, വി ഗോട്ട് ടു ഡു എ ലോട്ട് ഓഫ് ആക്ടിവിറ്റി. ലൈക്ക് പുറത്തു പോകുന്നു, ആൾക്കാരെ കാണുന്നു, ടോക്കിംഗ് ടു പീപ്പിൾ, ഇന്റർവ്യൂയിങ് പീപ്പിൾ. ഇതെല്ലാം സംഭവിക്കുന്നത് ഈ ഒരു ജേർണലിസം ഫേസിലാണ്. എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും ഒരു ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. 2 കൊല്ലം ഞാൻ പഠിക്കുകയല്ലായിരുന്നു. ഐ വാസ് ആക്ച്വലി വർക്കിംഗ്. ഞാനിങ്ങനെ ഒരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ഒരു സ്റ്റഡി ആയിരുന്നു. സോ ഐ വാസ് വർക്കിംഗ് ഫോർ മാഗസിൻ ഫോർ സം ടൈം, ദെൻ റേഡിയോ. ഐ വാസ് എ റേഡിയോ ജോക്കി ഫോർ സം ടൈം ഇൻ മൈ കോളേജ്, ആൻഡ് ദെൻ ന്യൂസ് പേപ്പർ, ദെൻ സ്വിച്ച് ടു എ ടെലിവിഷൻ ജേർണലിസം. സോ ഇങ്ങനെ കരിയർ പോയിക്കൊണ്ടേയിരിക്കുക. ഇറ്റ് വാസ് സോ ഡാം ഇൻട്രസ്റ്റിംഗ്. സോ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, ബട്ട് ദെൻ വി ഗോട്ട് എ ചാൻസ് ടു ഡു ഇന്റേൺഷിപ്പ് വിത്ത് എനി ഓഫ് ദ നാഷണൽ ഡെയിലി. അപ്പം എനിക്ക് കിട്ടിയത് ഇന്ത്യൻ എക്സ്പ്രസ് ആയിരുന്നു, കോഴിക്കോട് തന്നെ. സോ ഐ വാസ് there with Indian Express, 3 months internship ചെയ്തു. Then I came back. Then again, like in
ഈ നമ്മൾ ലൈവായിട്ട് ഫീൽഡിൽ വർക്ക് ചെയ്ത് അതൊരു ശരിക്കും ഒരു സ്പിരിറ്റ് ആയിരുന്നു. ലൈക്ക് ഐ റിയലി വാണ്ടഡ് ടു വർക്ക് മോർ എന്നുള്ള തോന്നി. സോ സെക്കൻഡ് ഇയർ ഐ ആസ്ക്ഡ് മൈ authorities, like college authorities, നോട് ചോദിച്ചിട്ട് I asked them if I could do internship more. Then they said, yeah, obvious. Like if I have that, if I want to do that, then I can. അപ്പം അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പം then again I came to know about Deccan Chronicle. അവിടെ സംസാരിച്ചു. Then it was again interesting. They were ready to take me. അങ്ങനെ ഒരു സെക്കൻഡ് ഇയറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോൾ I joined Deccan Chronicle as intern, then which went ഒരു 3 months വരെ പോയി. Then പിന്നെ എനിക്ക് നിർത്താനുള്ളൊരു ഇത് വന്നില്ല, because it was good. Like every day there was not even a single day where I did a same story. എല്ലാ ദിവസവും it was different stories, പല പല ആൾക്കാര്, പല പല സ്റ്റോറീസ്. അപ്പം it became interesting again. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയപ്പോൾ ആ ഒരു ഡെക്കാനിൽ ഇന്റർവ്യൂ, അവിടെ കുറച്ച് വേക്കൻസി ഓപ്ഷൻ വന്നപ്പോൾ I attempted the interview. ആ ഇന്റർവ്യൂല് ക്ലിയർ ആയി. Immediately like I got the posting. So പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജോലി കയറിയിട്ടുണ്ട്. സോ 2 years was, I didn't have that 2 full years in my college. ഒരു 1.5 year മുമ്പ് തന്നെ I have gone for my work. So അന്ന് തൊട്ട് ഇന്ന് വരെ it's just the work. So ഇങ്ങനെ 9 years ആയിട്ട് from the college second year ആകുമ്പോൾ തന്നെ till now, till date, I have been in the industry. Every day is different for me, not a single day. ഇപ്പം എല്ലാ ദിവസവും ഒരേപോലെ ആയിരുന്നെങ്കിൽ, ഇപ്പം ഒരേ ജോലി തന്നെ എന്നോട് എല്ലാ ദിവസവും ചെയ്യാൻ പറഞ്ഞെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു വളരെ ബോറിംഗ് ജോബ്, ഓർ ഐ വുഡ് ഹാവ് ക്വിറ്റ് ഫോർ ഷ്യൂർ. എന്നെ പോലത്തെ ഒരാള് വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ക്വിറ്റ് ഫോർ ഷ്യൂർ. പക്ഷെ ഇതൊരു ജേർണലിസം ആയോണ്ടാണോ എനിക്കറിയില്ല, എവറി ഡേ യു ആർ ഡൂയിങ് ന്യൂ സ്റ്റോറീസ്. നോ ഡേ ഇസ് ദ സെയിം. Every day I'm meeting people, different topics, അത് crime ആയാലും education, health, whatever. എല്ലാ ദിവസവും challenging ആണ് to come up with new stories, to meet new people. അപ്പം that's what I got interested into. അങ്ങനെയാണ് ഇത്രയും കാലം പോയത്. So going back to my humanities again. ആ സമയത്ത് നമ്മൾ ഹ്യൂമാനിറ്റീസ് എടുക്കുമ്പോൾ ആൾക്കാരുടെ വിചാരം എനിക്ക് മാർക്ക് കുറഞ്ഞിട്ടാണ് ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്തതെന്നാ. പക്ഷെ പിന്നെ എനിക്കത് പ്രൂവ് ചെയ്യേണ്ട കാര്യം വന്നു, ബിക്കോസ് മാർക്ക് സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് കസിൻസിനൊക്കെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവിന്റെ മാർക്ക് കുറഞ്ഞിട്ടല്ല നമ്മൾ ഇതിലേക്ക് വന്നത്, അത്യാവശ്യം മാർക്ക് ഉണ്ട് എന്നിട്ടാണ് വന്നേന്നുള്ള പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം. ആ സമയത്ത് എനിക്ക് തോന്നുന്നു നൗ അത്ര പ്രശ്നം ഉണ്ടാവും നിങ്ങൾക്ക് തോന്നില്ല, ബിക്കോസ് എവ്രി വൺ ഹാവ് എ വോയിസ്. എല്ലാവർക്കും സ്വന്തം ഡിസിഷൻ എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്, കരിയർ ഓപ്ഷൻസ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ ഇപ്പൊ നിങ്ങൾ അത്ര സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഇറ്റ് വാസ് ഇൻ എ പീക്ക്. സയൻസ് ഇല്ല, എഞ്ചിനീയറിംഗ്, ഡോക്ടർ, മെഡിസിന് പോവുക ഒക്കെ പീക്കായിരുന്നു. സോ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു ടു ബിലീവ് ലൈക്ക് മാർക്ക് ഉണ്ടായിട്ടും എങ്ങനെ യു ലാൻഡഡ് അപ്പ് ഇൻ ഹ്യൂമാനിറ്റീസിന്. പക്ഷെ അഗൈൻ നമ്മൾ ആരെയും പ്രൂവ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് പിന്നെ വിട്ടു. പിന്നെ ഇറ്റ് വെന്റ് ഫോർവേഡ്. ഇപ്പം when I have become the journalist, the same people are coming to me. അവർക്ക് എന്തെങ്കിലും സ്റ്റോറി ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവരായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വാർത്തകൾ പത്രത്തിൽ വരണമെങ്കിൽ, or if they have some doubts regarding journalism or നാട്ടിൽ നടക്കുന്ന കാര്യത്തിനെ പറ്റി എന്ത് അറിയണമെങ്കിൽ, the same people are calling you, and that feeling is amazing. കാരണം നിങ്ങൾ അവരോട് അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഡിഫറെന്റ് ഫീൽ. കാരണം നമ്മൾ ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യാണല്ലോ. പിന്നെ ജേർണലിസം എടുത്തതിന്റെ മേജർ ഗുണം ഞാൻ കണ്ടത്, വി ഹാവ് ബീൻ എ റീസൺ ടു ചേഞ്ച് സംതിങ്. ഭയങ്കര വലിയ ജേർണലിസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ വലിയ ലോകം മൊത്തം മറച്ചിടും എന്നൊക്കെ ഒന്നും ഒരിക്കലല്ല. സിനിമയിലൊക്കെ അത് നടക്കായിരിക്കും അല്ല. പക്ഷെ നമുക്ക് നമ്മുടെ റെസ്ട്രിക്ഷൻ ഉണ്ട്, ബിക്കോസ് വി നീഡ് ടു സപ്പോർട്ട് എ മാനേജ്മെന്റ്. അവരുടെ ഐഡിയാസ്, അവരുടെ തോട്ട്സ്, ഇതിനൊക്കെ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഈവൻ ദോ we want some of the things that's happening in the world around, അതൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും there are some limitations. പക്ഷെ അപ്പം ചേഞ്ചസ് വന്നു എന്ന് പറഞ്ഞില്ലേ. സോ നമുക്ക് കുറെ ആൾക്കാരുടെ ലൈഫിൽ നമുക്ക് ഇടപെടാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഈ ജേർണലിസ്റ്റ് ആയതുകൊണ്ടാണ്. ഇപ്പം വേറൊരു ഫീൽഡിൽ നമുക്ക് ഒരു ഹയർ അതോറിറ്റീസിനെ ഒരു നോർമൽ ഒരു താഴെത്തട്ടുള്ള ആളുടെ പ്രശ്നങ്ങൾ ഒരു ഹയർ അതോറിറ്റീസിന്റെ അടുത്ത് എത്തിക്കാൻ, അങ്ങനെ പല രീതിയിൽ നമുക്ക് വി ഹാവ് ബീൻ ലൈക്ക് ഒരു മീഡിയേറ്റർ പോലെയാണ്. നമ്മൾ ഒരാളുടെ പ്രശ്നം മറ്റേ ആളുടെ അടുത്തേക്ക് എത്തിക്കുക, അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നു. സോ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. സോ ഐ എം ഓൾവേസ് താങ്ക്ഫുൾ ഫോർ ദ റൈറ്റ് ഡിസിഷൻ ദാറ്റ് ഐ ഹാവ് ടേക്കൺ. ഇനീഷ്യലി കുറച്ച് അപ്രിഹെൻഷൻസ് ഫാമിലിയിൽ ഉണ്ടെങ്കിലും ദേ സപ്പോർട്ടഡ് മീ ലൈക്ക് എനിത്തിങ്. നമ്മൾ ഇംഗ്ലീഷ് എടുത്തിട്ട്
even though they wanted me to take an MA literature, ഈ ഒരു കരിയർ പാത്ത് ഫോളോ ചെയ്യണമെങ്കിൽ ഞാനൊരു കരിയർ സ്വിച്ച് ചെയ്യണമെന്ന് പറഞ്ഞപ്പം they came forward, they supported. ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, even though they didn't understand how I was going in my life. പക്ഷെ ഗ്രാജുവലി കരിയറിൽ വന്ന മാറ്റങ്ങൾ ഇതെല്ലാം കാരണം അവർക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റി. സോ ഇതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പ്ലസ് ഐ വോണ്ട് ടെൽ യു, ഈ ഒരു കരിയർ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സമയം വളരെ രീതിയിൽ ഫ്ലെക്സിബിൾ ആക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്, നമുക്ക് നന്നായിട്ട് സമയം കണ്ടെത്താൻ പറ്റും. സോ അങ്ങനെ കണ്ടെത്തിയ ഒരു ഇതിലാണ് എൻ്റെ ഒരു വേറെ പാഷൻ ഞാൻ ഇതിലൂടെ കണ്ടെത്തിയത്. ദാറ്റ് ഇസ് മൈ ഫിറ്റ്നസ് ട്രെയിനറും കൂടിയാണ്. ഐ ടുക്ക് ഫ്യൂ സർട്ടിഫിക്കേഷൻ, ലൈക്ക് വെറുതെ ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഐ ടുക്ക് ഫ്യൂ സർട്ടിഫിക്കേഷൻ, ലൈക്ക് ഒരു അമേരിക്കൻ കൗൺസിൽ ഓഫ് എക്സസൈസ്, ക്രോസ്ഫിറ്റ്, സുംബ, അങ്ങനെ പറ്റുന്നിടത്തോളം ചെയ്യാൻ പറ്റുന്നിടത്തോളം ഉള്ള സർട്ടിഫിക്കേഷൻ ചെയ്തു. ഐ ആം ഈക്വലി ഡൂയിങ് ഇറ്റ്. കാരണം എൻ്റെ ഒരു ജേർണലിസം ദാറ്റ് റിക്വയർസ് ടൈം ആഫ്റ്റർ ലൈക്ക് ഒരു 12 മണിക്ക് ശേഷം ഞാൻ അതിന് സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ തൊട്ട് ആ സമയം വരെ ഐ ഹാവ് എ ലോട്ട് ഓഫ് ടൈം. അത് ഞാൻ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നു ഇൻ ഫിറ്റ്നസ്. സോ മൾട്ടി ടാസ്കിങ് ആണെങ്കിലും പീപ്പിൾ സേ നിങ്ങൾക്ക് ഒരു കാര്യമേ മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ ഞാൻ അതില് ഐ എം ഫുള്ളി സാറ്റിസ്ഫൈഡ്. ഞാൻ എൻ്റെ 2 കരിയറും, ലൈക്ക് മൈ ജേർണി ആസ് എ ഫിറ്റ്നസ് ട്രെയിനർ ആൻഡ് എ ജേർണലിസ്റ്റ്, രണ്ടും ഈക്വലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾ താങ്ക്സ് ടു ജേർണലിസം, ബിക്കോസ് ദാറ്റ് ഹാവ് given me the option to do what I like and also help me to find some time in that. അങ്ങനെയാണ് എനിക്ക് ഫിറ്റ്നസും കൂടെ ഈക്വലി ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ both the field have not bothered each other. രണ്ടിന്റെ വഴിക്ക് തന്നെ പോകുന്നുണ്ട്. all thanks to the right decision I've taken in my life. അപ്പം അങ്ങനെ അപ്പൊ കുറച്ച് ഐ ഓൾസോ വോണ്ട് ടു ഷെയർ സം ഇൻസിഡൻസ്. ഈ ഒരു ജേർണലിസ്റ്റ് ആയതിന്റെ ശേഷം കുറച്ച് ലൈഫിൽ വന്ന മാറ്റങ്ങൾ, ഇൻസിഡൻസ് ഒക്കെ ഷെയർ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ജേർണലിസ്റ്റ് ആയതിന്റെ ശേഷമാണ് നമുക്ക് കുറച്ച് വി ഹാവ് സം ഇൻഫ്ലുവൻസസ്, അല്ലെ? നമുക്ക് കുറച്ച് ഹയർ സെക്ടർ ഓഫ് ആൾക്കാർ, ലൈക്ക് ദ ഒഫീഷ്യൽസ്, അതോറിറ്റീസ്, ഇവരൊക്കെ ആയിട്ടുള്ള ഒരു ഇന്റർഫിയറൻസ് ഉള്ളതുകൊണ്ട് വി were able to help a lot of people. For example, ഇവിടെ ഒരു ഹോൾ വില്ലേജ് ദാറ്റ് വാസ് ആക്ച്വലി സഫറിങ് ഫ്രം എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ്, ലൈക്ക് അവരുടെ നാട്ടിൽ നടക്കുന്ന എംപ്ലോയ്മെന്റ് ഇഷ്യൂസ്, പിന്നെ അവരുടെ മൊത്തത്തിലെ ഹെൽത്ത് വൈസ്, ഇതൊക്കെ ഒന്ന് കൺസിഡേർഡ് ആവാതെ പോകുന്ന ഒരു സമയത്ത് ദ റൈറ്റ് ഇന്റർവെൻഷൻ ഓഫ് ഫ്യൂ ജേർണലിസ്റ്റ് ലൈക്ക് മീ ഹെൽപ് ദം. അവരുടെ ന്യൂസ് ആൾക്കാരുടെ എത്തിക്കാൻ പറ്റി. ആ എത്തിക്കാൻ പറ്റിയതില് വലിയൊരു മാറ്റം സംഭവിച്ചെന്ന് വെച്ചാൽ ദി അതോറിറ്റീസ് വെർ ഏബിൾ ടു നോ അബൌട്ട് ദ കണ്ടീഷൻ, ദേ സ്റ്റെപ്പ് ഡൗൺ, ദേ ടുക്ക് ദ റൈറ്റ് ഡിസിഷൻ ഫോർ ദം. അപ്പം അങ്ങനെ കുറച്ച് മാറ്റങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം ഈ സോഷ്യൽ സെക്ടറിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് പോസിബിൾ ആയത്, അല്ലെങ്കിൽ എന്നെ പോലത്തെ വേറെ ജേർണലിസ്റ്റുകൾക്ക് പോസിബിൾ ആയത്. സോ ഇതെല്ലാം ഈ ഒരു സോഷ്യൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്തുകൊണ്ട് മാത്രമല്ലേ നമുക്ക് ഇങ്ങനെ ആയത്. അപ്പം ഇതൊരിക്കലും ഒരു ആരും ചൂസ് ചെയ്യാത്തൊരു പാത്ത് അല്ല. ഇപ്പം കുറെ ജേർണലിസ്റ്റുകൾ ഉണ്ട്, ഇവരെല്ലാം ഈ പാത്ത് കൂടെ ക്രോസ് ചെയ്ത് വന്ന ആൾക്കാർ തന്നെയാണ്. സോ വി ഹാവ് സോ മെനി പീപ്പിൾ വർക്കിംഗ് ഇൻ ആ ഇൻഡസ്ട്രി, അല്ലെ? നമ്മുടെ ഒരു ഈ കേരളത്തിൽ തന്നെ വിൽ ഹാവ് ലൈക്ക് 1000+ ജേർണലിസ്റ്റ് വർക്കിംഗ് ഹിയർ. ഓപ്പർച്യൂണിറ്റീസും ഇഷ്ടം പോലെയാണ്. ഇപ്പം ജേർണലിസം എന്ന് പറയുന്ന സെക്ടറിൽ ഇഫ് സംബഡി വാണ്ട്സ് ടു കം ഓർ ജോയിൻ അവർ ടീം, ഇപ്പോൾ ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറോ ടെലിവിഷനോ അല്ലെങ്കിൽ ഒരു റേഡിയോ മാത്രമല്ല. പണ്ട് നമ്മൾ കേൾക്കുന്ന പോലെ ഒരു 4-5 ന്യൂസ് പേപ്പർ മാത്രമല്ല. ഇപ്പം ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇസ് ഹ്യൂജ്, ഇറ്റ്സ് ഇമ്മെൻസ്ലി ഹ്യൂജ്. നമ്മൾ ഇഷ്ടം പോലെ ഓൺലൈൻ പോർട്ടൽസ് ഉണ്ട് വേർ യു ക്യാൻ ഡെഫിനറ്റ്ലി എക്സ്പ്രസ് യുവർ വ്യൂസ്, യുവർ തോട്ട്സ്. നിങ്ങൾ ന്യൂസ് പേപ്പറിൽ വാർത്ത കൊടുക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ചെയ്യുന്ന പോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ആർ റിയലി ഹെൽപ്പിംഗ് യു ഫോർ ദാറ്റ്. അത്രയും കരിയർ ഓപ്ഷൻസ് വരാൻ പോവാണ് ഇനി അങ്ങോട്ട്. ഈ ഒന്നുകിൽ ഈ കോണ്ടന്റ് റൈറ്റിംഗ്, അല്ലെങ്കിൽ ഇതെല്ലാം വിച്ച് ഇസ് അസോസിയേറ്റഡ് വിത്ത് ആർ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, ലൈക്ക് PR വർക്ക്, advertisement, producing advertisements, അല്ലെങ്കിൽ മേക്കിംഗ് ഫിലിംസ്, ഇതെല്ലാം നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം സെക്ടറിൽ വരുന്നതാണ്. അപ്പം ഇഷ്ടം പോലെ കരിയർ ഓപ്ഷൻസ് ആണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു 1-2 അല്ലെങ്കിൽ കുറച്ച് എഞ്ചിനീയറിംഗ് ഓപ്ഷൻസ് അല്ലെങ്കിൽ കുറച്ച് മെഡിസിൻ ഓപ്ഷൻ, അങ്ങനെയല്ല. എൻലെസ് ആണ് ഓപ്ഷൻസ്. ഏത് സെക്ടറിൽ പോയാലും നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടെങ്കിലോ, there is time ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് എന്തായാലും എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. സോ ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആൾക്കാർ ഒരിക്കലും ഒരു സെക്കൻഡ് തോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് ദാറ്റ് ഡിസിഷൻ. കാരണം നിങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻസ് കുറവല്ല, അത്രയും
ന്യൂമറസ് ഓപ്ഷൻസ് ആണ്. സോ എനിവേ യു ക്യാൻ ഗോ. ഓക്കെ, ശരി, താങ്ക് യു.